ഹായ് ഗെയ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്ന ചരിത്രമുറങ്ങുന്ന മണ്ണിലേക്ക്, അത് തായ്ഫിന്റെ മണ്ണിലേക്കാണ്. പിന്നെ ഒരുപാട് മലകളും ചരിവുകളുമുള്ള നല്ല സൂപ്പറായ ഏരിയ ആണ്. പിന്നെ നമ്മളെ കാത്ത് അവിടെ ഒരു ഉംറ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവിടെ കുറെ ഇപ്പൊ ഉസ്താദ് അവിടെ വെയിറ്റിംഗിലാണ്. 10-25 കിലോമീറ്റർ ആയി അവിടെ എത്താൻ. നമ്മൾക്കും ഉണ്ട് 10-30 കിലോമീറ്റർ അവിടെ എത്താൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ എത്തിയതിനു ശേഷം ചരിത്രം തരുന്നതായിരിക്കും. അപ്പൊ എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം കാണുക. ഫുള്ള് വളവാണ്, രണ്ട് സൈഡും നല്ല കല്ല് തുറന്നിട്ടാണ്, മല തുറന്നുണ്ടാക്കിയ റോഡാണ്. കൊള്ളാം, 4 പേർക്ക് ഇരിക്കുന്നുണ്ട് റോപ്പിലേ. 4 പേര് ഇരിക്കുന്നു. നമ്മള് ജിദ്ദന്ന് തായിഫിലോട്ട് പോവേണല്ലേ. തായിന്ന് ഫസ്റ്റ് ചുരം കയറിയല്ലേ, ചുരം മല ചുരം തുടങ്ങിയതേ ഉള്ളു. റോഡിന്റെ ഒരു ഭംഗിയാ, രണ്ട് സൈഡിലെ മലയും, രണ്ട് സൈഡിലും മലയും വല്ലാത്തൊരു ഭംഗി. നല്ല ഭംഗിയാണ്. കറക്റ്റ് നേരിട്ട് കാണുമ്പോ നല്ല കറക്റ്റ് അറിയാൻ പറ്റും. ദൂരെ താഴ്ച നോക്കിയാലല്ലേ ഭയങ്കര താഴ്ച, നല്ല ഭയങ്കരമായ ഗർത്തം. വെള്ളമൊക്കെ കാണും ചിലപ്പോ, അടിയിൽ ചിലപ്പോ വെള്ളം കാണും. ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. എന്തോ താഴ്ച, കാണാനേ പറ്റുന്നില്ല. വീണ പൊടി പോലും കിട്ടൂല. പാറപ്പരവതാനി. പിന്നെ നിങ്ങള് ഡാമൊന്നുമല്ല, അത് കല്ല് വെട്ടി അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിദ്ദന്ന് ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ കുടിക്കാൻ ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു ഏരിയ കയറുന്ന ഒരു ഏരിയ വരെ ഒരു കടകളും ഇല്ല. രണ്ട് സൈഡും മലകളാണ്. നല്ല രസമുണ്ട്. താഴെ കാണാനേ താഴെ എന്തൊരു വെള്ളോ, താഴെ വെള്ളമുണ്ടോ അറിയില്ലടാ, ഒന്നും അറിയാൻ വയ്യാലോ. റോഡ് തീരുന്നത് പോലെയാണ്. റോഡ് തീരുന്നില്ല. മല കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഡ്രൈവിംഗ് വളരെ ശ്രദ്ധാപൂർവം വേണം. വണ്ടി ഓടിച്ചതിന് പക്ഷെ കല്ല് വീഴാൻ ചാൻസ് കൂടുതലാണ്. കല്ലൊന്നും അതുമായിട്ട് കുറച്ച് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. എന്നാലും പറയാൻ പറ്റുമോ? കല്ല് വീണ് കഴിഞ്ഞാൽ പോരും, അവിടെ നിൽക്കൂല. നേരെ താഴെ പോരും. വളവെന്ന് പറഞ്ഞാ പിന്നെ നമ്മുടെ എക്സ്പോർട്ട് ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത്. പേടി. ഡ്രൈവറിനെ കാണിച്ചോ? ഡ്രൈവറിനെ ഒന്ന് പിടിച്ചോ. വളരെ ശ്രദ്ധാപൂർവം വണ്ടി കൈകാര്യം ചെയ്ത്. വീഡിയോ നോക്കണ്ട, പബ്ലിഷ് ചെയ്യാനുള്ള വീഡിയോ ആണ്. ഒരാൾ ഇതിന് ബാക്കിൽ ആരെ കാണിച്ചില്ലാന്ന് പറഞ്ഞല്ലേ. റോഡ് കൊള്ളാല്ലേ യാത്ര. പകല് വന്നേക്കാണ് കുറച്ച് നല്ലത്. പകലെന്ന് പറയുമ്പോ ഒരു കറക്റ്റ് റോഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും അല്ലേ? അതെ, ശരിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നൊരു വൈകിട്ട് സമയങ്ങളിലായിരിക്കും നല്ലതെന്ന്. കുറച്ചുകൂടെ വെയിൽ കുറഞ്ഞ് ക്ലാരിറ്റി വരും. അബഹയൊക്കെ മാതിരിയാണല്ലേ, തണുപ്പുള്ള സ്ഥലമാണ്. പടച്ചനെ എത്ര അടി ഉയരത്തിലായെന്ന തണുപ്പ് കൂടും ആയോണ്ട് അല്ലേ. അതുപോലെ റഷ് വല്ലതും ആണെങ്കിൽ പണി കിട്ടും. നമ്മള് മറ്റേ വണ്ടി കൊണ്ടുവന്നിരുന്നേ പണി കിട്ടിയാല്. അതെ അതെ അതുകൊണ്ട് ഇത്ര നാളെടുത്ത് കാണും അല്ലേ. എനിക്ക് തോന്നുന്നു 10 വർഷം അടുത്താണ് പാറ തുറന്ന് മാറ്റണ്ടേ. നല്ല ഭംഗിയുണ്ട് കാണാൻ, അതല്ലേ കാണാൻ രസം. ഫാമിലിക്കൊക്കെ അല്ലേ അവധി ദിവസങ്ങളിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതല്ലേ, യാത്ര ചെയ്യാൻ.
ഇങ്ങനത്തെ റോഡിൽ കൂടെ പോകുന്ന ഒരു സുഖമാണ്. അതൊരു സുഖം. നമ്മളിപ്പം ഫ്ലൈറ്റിൽ കയറിയ മോഡലായി. ഇത് ഫ്ലൈറ്റിൽ കയറിയ മോഡലായി. ചെവിയെല്ലാം അടച്ച്. ആ ഹൈറ്റ് അല്ലടാ. ഹൈറ്റിൽ നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞാ കേറി 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 പോവാ. മല ഭയങ്കര ഫ്രണ്ടിൽ കാണുന്ന മലയെന്ന് പറഞ്ഞാൽ അങ്ങാണ് നമ്മള് പോവാനുള്ള മുകളില്. പാലത്തിന്റെ മുകളിൽ കയറണം. പക്ഷെ അപഹ ഇതിനെ കഴിഞ്ഞ വലിയ കയറ്റമാണ്. അപ്പൊ ഇങ്ങനെ കുറച്ചേ ഉള്ളൂ, 15 കിലോമീറ്റർ ഇങ്ങനെ ഇങ്ങനെ 40 ഇത്ര കണ്ടു. അപഹയിൽ പിന്നെ തുരങ്കൊക്കെ ഉണ്ട്. ബസ് വേറെ റൂട്ട് ചെയ്യും. തന്നെ ബസ്സിലേക്ക് പോയാൽ നിന്ന് കത്തുന്നില്ല. ചൂടാവും. ചൂടാവും. നല്ല ഹൈ ചൂടായി. വണ്ടി കുറവുണ്ടോ ഈ സമയത്ത്? അല്ലേ, വണ്ടി കുറവ്. പക്ഷെ അപഹയിലെ റോഡ് മറ്റേ ഇതാണല്ലേ, 2 വേ ആണ്. ഇതാണ് 1 വേ അല്ലേ. ഇത് വണ്ടി കൊള്ളാം, പേടിക്കണ്ട. പേടിക്കില്ല. മറ്റേത് കുറച്ച് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. അതെ അതെ, കറക്റ്റ് നോക്കി തന്നെ പോകാം. അതാ റോഡ് വീതിയും കുറവാണ്. അത് ഇത് പക്ഷെ വീതിയുണ്ട്, നല്ല വീതിയുണ്ട്. രണ്ടുപേരും പോയതുള്ളൂ. റോപ്പിന്റെ അത് പറ്റുന്നില്ല. എന്തായാലും ഈ റോപ്പിലൊന്നും കേറണത് റോപ്പ് അടിപൊളി. വ്യൂ അടിപൊളിയായി. പോയിട്ട് തിരിച്ചു കയറി വരുന്നില്ല. പോയിട്ട് അതിന്റെ ഇത് പോകുന്നുണ്ട. മലകളിലൊക്കെ ചെയ്യാറുണ്ട്. ഇറാ ഗുഹയിലൊക്കെ പോണ മലകളിലൊക്കെ പാറകളൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ തോന്നി ഇപ്പൊ ഇളവ് വീഴുന്നല്ലേ. അതൊക്കെ നോക്കിയാണ് കട്ട് ചെയ്ത് മാറ്റി. കട്ട് ചെയ്ത് മാറ്റി തന്നെയാണ് റോഡിന് വേണ്ടി. പക്ഷെ ഇതോ പോണ നമ്മള് കുറ്റം പറഞ്ഞെങ്കിലും റോപ്പ് പോയി പോകുന്നുണ്ടോ അവിടെ റോപ്പുകൾ. അതെ, ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇടുന്നതാണ് നമ്മള്. ഉറപ്പായിട്ട് വരുന്നതാണ് അടുത്ത ആഴ്ച അല്ലേ. ഇത് മാത്രമല്ല, ഈ സൂ ഉണ്ട്. നമ്മൾ ടൈം കിട്ടുമെങ്കിൽ ഇതിനെ കുറിച്ച് നോക്കാം. മദീനത്തിൽ ചെറിയ പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം ഇല്ലേ അല്ലേ. വെള്ളം വീണ്ടാ റോഡിലൊക്കെ വെള്ളത്തിന്റെ അംശം കണ്ട. സെറ്റപ്പ് തന്നെ. പക്ഷേ ഇത് എത്രയാണ് ചാർജ്? ആളുണ്ട്. അങ്ങോട്ട് പോയാൽ തിരിച്ചും കൊണ്ടുവരുമോ എല്ലാം നോക്കണം. ഭയങ്കര മഴയിടാവല്ലോ. റോഡെല്ലാം നനഞ്ഞു കിടക്കും. ചുരം കയറി അല്ലേ. കയറ്റം കയറി നല്ല മഴ പെയ്തിട്ടുണ്ട്. റോഡ് ഫുള്ള് നനഞ്ഞിടക്കുകയാണ്. ഫീഡിംഗ് ബൂംസ്. ഇവിടെ കുരങ്ങന്മാരുണ്ടല്ലേ. മലയല്ലേ തിരികെയാണ്. വെൽക്കം ടു തായ് അല്ലേ. നമ്മൾ ബോർഡർ താഴ്ത്തി പോകുകയാണ്. ഇവിടെ എത്തിയപ്പം ഏറ്റവും മേളിലെത്തിയപ്പോൾ തന്നെ അതേ ഫീലിംഗ് തന്നെ വരുന്നത്. വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടും കാര്യങ്ങളും വെക്കാലെയും വെള്ളം കുടിക്കുന്നവർക്ക് വെള്ളം കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്ന കടകളും വീടുകളൊക്കെ ആയി. മേലെ കയറിയപ്പോ ഇതായി. പക്ഷെ ആ മേളിൽ കൂടെ വരുന്ന ഒരു ഡ്രൈവിംഗ് ഉണ്ടല്ലോ, നല്ലൊരു വൈബാണ്. അങ്ങനെ നമ്മൾ തായിഫ് ആൻഡ് റിയാദിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുമല്ലേ. കാണേണ്ട വീഡിയോ ആണ്. നമ്മുടെ ഉസ്താദമാരും നമ്മളെ കുട്ടികളും എല്ലാവരും ചേർന്നുള്ള വീഡിയോ ആണ് അല്ലേ. ഒരു അപാര വീഡിയോ ആയിരിക്കും. നല്ല തണുപ്പാണ്. അമീർ നല്ലപോലെ ചെയ്തിട്ടുണ്ടല്ലേ രണ്ട് സൈഡും. എന്താ റവാബി ലാൻഡ്
ലാൻഡിൽ കൂടെ കടന്നു പോവുകയാണ്. നല്ലൊരു പാർക്കാണ് അല്ലേ ഇത്? പാർക്കാണ് ഇത്. 2-3 പാർക്കുണ്ട് ഇവിടെ. 2 പാർക്ക് കഴിഞ്ഞു. റോഡിന്റെ ഇരുവശങ്ങളിലും യൂക്കാലി മരങ്ങളുണ്ട് കേട്ടോ. പുളി വാഹങ്ങളും പുളി. അപ്പൊ നമ്മള് തായിഫിന്റെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഡെസ്റ്റിനേഷനും ഏകദേശം എത്താറായി അല്ലേ? അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞോ. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതെ. ഇതില് നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലാണ് വന്നത്. നിങ്ങൾക്കും ഇഷ്ടപ്പെടും തീർച്ചയാണ്. അപ്പൊ നമ്മൾ എല്ലാ വീഡിയോയും പറയുന്നത് പോലെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. വീടുകളുടെ